ക്ഷണിച്ചിട്ടും ഈ ജ്യേഷ്ഠനെ വിളിക്കാത്തത് കൊണ്ട് എന്റെ അനുജന്റെ മകളുടെ കല്യാണമല്ലേ? ആ അനുജന്റെ ജ്യേഷ്ഠന്റെ ഹൃദയത്തിലുണ്ടായിരുന്നത് ഈ ബന്ധം മുറിഞ്ഞാൽ എന്റെ നമസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം വൃന്ദാവിലായി പോകുമെന്ന് ബോധ്യമുള്ള ഈ ജ്യേഷ്ഠൻ അനുജന്റെ മകളുടെ കല്യാണത്തിന്റെ ആ എൻഗേജ്മെന്റിന് വിളിക്കാതെ തന്നെ പോയി. കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തു. കല്യാണത്തിന്റെ ഒരാഴ്ചക്ക് രണ്ടാഴ്ചക്ക് മുമ്പ് ജ്യേഷ്ഠനെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കാം, ഞാൻ താങ്കളെ കല്യാണത്തിന് വിളിക്കുന്നില്ല, താങ്കൾ വരികയും വേണ്ട. ഈ അനുജൻ ജ്യേഷ്ഠനോട് സംസാരിക്കുന്നു. പക്ഷെ ജ്യേഷ്ഠന്റെ ഹൃദയത്തിൽ ഒരുപാട് നീറ്റലുകളും വേദനകളും ആവലാതിയും സങ്കടവും ഒക്കെ ഉണ്ടായി. ഇത് ഭാര്യയും മക്കളും ഒക്കെ അറിഞ്ഞു. കല്യാണത്തിന്റെ അന്ന് അദ്ദേഹം വസ്ത്രം ധരിച്ച് കുളിച്ചിറങ്ങി വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഭാര്യയും മക്കളും ചോദിച്ചത്, നാണില്ല മനുഷ്യ, നിങ്ങളുടെ അനുജൻ നിങ്ങളോട് വരരുത് എന്ന് ആ വാട്സാപ്പ് സന്ദേശം ഞങ്ങളും കേട്ടു, നിങ്ങളോടല്ലേ പറഞ്ഞത്? അപ്പോഴാണ് ആ ജ്യേഷ്ഠൻ പറഞ്ഞത്, ഇതെല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ അനുജന്റെ മകളുടെ വിവാഹത്തിന് പോകുന്നത്. ആ വിവാഹത്തിനെല്ലാം പങ്കെടുത്തിട്ട് കെട്ടിപ്പിടിച്ച് അനുജനോട് സംസാരിച്ചപ്പോഴാണ് ആ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും അനുരാഗവും ഉണ്ടായത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോമ്പും നമസ്കാരവും ഒക്കെയായി ജീവിക്കുമ്പോ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ അയൽവാസികൾ എന്തെങ്കിലും ഒരു ചെറിയ സൗന്ദര്യ പ്രശ്നം ഉണ്ടായാൽ അത് ഹൃദയത്തിൽ പിശാച് വലിയ ഗോപുരങ്ങൾ സൃഷ്ടിക്കും. നീ അങ്ങോട്ട് വിളിക്കണ്ട, നീ അങ്ങോട്ട് ബന്ധപ്പെടണ്ട. റമദാൻ ശരി തന്നെ, ഈ നോമ്പ് സ്വീകരിച്ചില്ലെങ്കിലും നിന്റെ സഹോദരിയുമായി നിനക്കൊരു ബന്ധവും വേണ്ട എന്ന് പിശാച് നമ്മുടെ ഹൃദയത്തിൽ ബോധനം നൽകും. അവിടെ വിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിലൂടെ അല്ലാഹു നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞത് അയൽവാസികളോ അല്ലെങ്കിൽ ആദർശ വിരോധികളോ ആയ ആൾക്കാരായിരുന്നില്ല. ആരായിരുന്നു? സ്വന്തം കൂടപ്പിറപ്പുകളാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞത്. അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഘട്ടം ഘട്ടമായി വളർത്തിയെടുത്ത് ഈജിപ്തിന്റെ അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നു. കാലമേറെ